സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബായിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ ദിവസം ഒഴിയുന്നതായി ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണാമെന്ന് തീരുമാനിച്ചത്. ആ യോഗവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കി നടപടി സ്വീകരിച്ചു എന്നൊക്കെ വിധത്തിലുള്ള ചില പ്രചരണം ചില മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കണമെന്ന് തോന്നിയതാണ്. യഥാർത്ഥത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തമായ ഒരു സംഘടനയാണ്. സുന്നി മഹല്ല് ഫെഡറേഷനാണ് 2017 സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബ എന്ന് പറയുന്ന സംഘടനയെ രൂപീകരിച്ചത്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മഹല്ലുകളാണ്. ഒരു മഹല്ലിൽ 500ഓളം നിവാസികളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി മഹല്ല് ജമാഅത്ത് നിശ്ചയിക്കുന്ന ഖത്തീബുമാരുണ്ട്, ഖാലിമാരുണ്ട്, അതുപോലെ തന്നെ പള്ളിയിൽ മറ്റു ജീവനക്കാരുണ്ട്. മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ഉത്ഭുതരാക്കുന്നതിന് വേണ്ടിയാണ് ഖത്തീബുമാരും വിധികൾ പറയുന്നതിന് വേണ്ടിയാണ് ഖാലിമാരുമുള്ളത്. അപ്പോൾ അതിനൊരു കോർഡിനേഷൻ വേണം. ഇപ്പോൾ ഏകദേശം ഒരു 4000-ഓളം വരുന്ന മഹല്ലുകൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ട്. ആ മഹല്ല് ഫെഡറേഷനിൽ 4000-ഓളം ഖത്തീബുമാരുമുണ്ട്. എന്നാൽ ഒരു മഹല്ലിൽ 1000-ഓളവും 500-ഉം അതിലധികവും അതിൽ താഴെയുമൊക്കെ ജനങ്ങളുണ്ടാവും. അവരുടെയൊക്കെ മഹല്ലിൽ ഒരു ഖത്തീബാണ് ഉണ്ടാവുക. ആ ഖത്തീബുമാർക്കൊരു കോർഡിനേഷൻ വേണമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷനാണ് ജമിയത്തുൽ ഖുത്തബ എന്ന സംഘടന രൂപീകരിച്ചത്. 2017 ഏപ്രിൽ 14-നാണ് അതിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നത്. അന്ന് ഈ വിനീതനാണ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ തന്നെയാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ജമിയത്തുൽ ഖുത്തബായിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജമിയത്തുൽ ഖുത്തബായിനെ സമസ്തയുടെ കീഴ്ഘടകമായി കൊണ്ട് അംഗീകരിച്ചു, നേരിട്ട് കീഴ്ഘടകമാക്കി. അതുവരെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴ്ഘടകമാണ്. അങ്ങനെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്തയുടെ കീഴ്ഘടകമാകുന്നത്. പിന്നീട് ജമിയത്തുൽ ഖുത്തബായിനെ കീഴ്ഘടകമായി കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷനെ പോലെ തന്നെ നേരിട്ട് ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ഈ വിനീതന് സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ 2 സ്ഥാനവും വഹിക്കുന്നത് ഒരു ഭാരം കൂടുതലാണ്. തന്നെയല്ല, വികേന്ദ്രീകരണങ്ങൾ ഉണ്ടാവണമെന്ന് മനസ്സിലാക്കി സംസ്ഥാന നേതൃത്വത്തെ ഒഴിയാനുള്ള പലപ്പോഴുമുള്ള അപേക്ഷ വാക്കാൽ ഞാൻ നൽകിയിരുന്നു. അപ്പോൾ ആവട്ടെ, സമയമാകുമ്പോൾ പരിഗണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ നിർദ്ദേശവും ഉണ്ടായതോടുകൂടിയാണ് തുടർന്നു പോയത്. പക്ഷേ ഈ കഴിഞ്ഞ യോഗം ജമിയത്തുൽ ഖുത്തബായിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ചില വ്യക്തികൾ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയും പറഞ്ഞു. എന്നാൽ പല അതൃപ്തിയും വിയോജിപ്പും ഉണ്ടായതുകൊണ്ട് പൂർണ്ണമായൊരു തീരുമാനം അത് കൈക്കൊള്ളുന്നത് മുഷാവറക്കാവാമെന്ന് പ്രസിഡന്റിൻ്റെ അഭിപ്രായം യോഗം അംഗീകരിക്കുകയും അങ്ങനെ യോഗം തീരുമാനം മുഷാവറക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ശേഷം അതിലുണ്ടായിരുന്ന 1-2 വ്യക്തികൾ തയ്യാറാക്കിയ ഒരു പ്രമേയം അവർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ പ്രമേയം വായിക്കുകയുണ്ടായി എന്നത് ശരിയാണ്. ആ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നതും അതിന് മുന്നേ ചില വ്യക്തികൾ പറഞ്ഞതും ഒരേ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പറഞ്ഞു, ഇതിൻ്റെ തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്, ഇതിന് സംസ്ഥയുടെ മുഷാവറ കാര്യങ്ങൾ തീരുമാനിക്കും. മുഷാവറ ഈ നിർദ്ദേശത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതോ അല്ല ഒഴിവാകുന്നതോ ഗുണം എന്ന് മുഷാവറ തീരുമാനിക്കും. അത് മുഷാവറക്കുള്ള അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിവിടെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഈ പ്രമേയത്തിന് ഇവിടെ പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്.